ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കാണാൻ തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് അംഗവുമാണ് പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ കന്റോൺമെന്റ് ഹൗസിലെത്തിയത്. എന്നാൽ VD സതീശനെതിരെ കാണാൻ തയ്യാറായില്ല. അനന്തരശ്നം വിവരങ്ങളുമായിട്ട് അദ്ദേഹമാണ് ഉപരക്ഷാധികാരി എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ തന്നെ അറിയിക്കാതെയായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എന്നാണ് VD സതീശൻ പറയുന്നത്. എങ്കിലും വീട്ടിലെത്തുന്നവരെ കാണാതിരിക്കുന്നതും ഒരു ഉചിതമായ കാര്യമല്ല. എന്താണ് സംഭവിച്ചത് അനന്തൻ? ദിവിഷ, അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ക്ഷണിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗവും കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് എത്തിയത്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ബോർഡ് അംഗത്തെയും കാണാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല. മാത്രമല്ല, ഈ ചടങ്ങിൽ ഉപരക്ഷാധികാരിയായി VD സതീശനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവിനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ തന്നോട് ആലോചിക്കാതെയാണ് അത്തരമൊരു ചുമതല ഏൽപ്പിച്ചതെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നതാണ്. മാത്രമല്ല, കോൺഗ്രസിന് ഈ ആഗോള അയ്യപ്പ സംഗമത്തോട് വിയോജിപ്പാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിയോജിപ്പുകൾ നേരത്തെ തന്നെ പ്രകടമാക്കിയിട്ടുമുണ്ട്. ഇതുകൂടാതെ ഇന്നിപ്പോൾ വൈകുന്നേരം UDF യോഗം ഓൺലൈനായി ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ UDF ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു നിലപാടെടുക്കൂ എന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന് മുൻപായിട്ടാണ്, ഈ UDF യോഗം ചേരുന്നതിന് മുൻപായിട്ടാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് മുഖം നൽകാതെ, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് വിസമ്മതിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചുനേരം കാത്തു നിന്നിട്ട് അദ്ദേഹം കാണില്ല എന്ന് വ്യക്തമാക്കിയതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് അംഗവും മടങ്ങുകയാണ് ഉണ്ടായത്. ഇതൊക്കെയാണ്. പക്ഷെ കണ്ട് അദ്ദേഹത്തിന്റെ നീരസം, അല്ലെങ്കിൽ തന്നോട് ചോദിക്കാതെ എന്തിനെങ്ങനെ ഒരു ഉപരക്ഷാധികാരി എന്ന സ്ഥാനം പറഞ്ഞു എന്നൊക്കെ നേരിട്ട് സംസാരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? വീട്ടിലെത്തുന്നവരെ നമ്മൾ അതിഥി ദേവോഭവ എന്ന് പറയുന്നല്ലേ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര കർക്കശമായൊരു പ്രതികരണം ഉണ്ടായത്? തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കർക്കശത്തോടെ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടാണ് കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശ്യം നേരിട്ട് വന്ന് അന്വേഷിക്കാമായിരുന്നു. വിയോജിപ്പുണ്ടെങ്കിൽ അത് നേരിട്ട് പ്രകടമാക്കാമായിരുന്നു. എന്താണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ UDF യോഗത്തിന് ശേഷം അത് ഈ ക്ഷണം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കാമായിരുന്നു. പക്ഷേ ഒട്ടും കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് നമുക്ക് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ എത്തി, ബോർഡ് അംഗവും കൂടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആഗമന വിവരം അറിഞ്ഞിട്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. അല്പസമയം കാത്തു നിന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് അംഗവും മടങ്ങുകയാണ് ചെയ്തത്. ഏതായാലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കടുത്ത വിയോജിപ്പിലാണ് എന്നുള്ളത് ഈ ഒരു ജസ്റ്ററോട് കൂടി, പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു ജസ്റ്ററോട് കൂടി വ്യക്തമായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറാനുള്ള സാധ്യത UDF യോഗം കഴിഞ്ഞാലും ഉണ്ടാകില്ല. അതേസമയം UDF-ൽ ഇത് സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകൾ, ഈ ഒരു നിലപാട് വേണ്ട എന്ന്, കാരണം NSS-ഉം SNDP-യും ഈ ദേവസ്വം ബോർഡിന്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു ആശയക്കുഴപ്പം UDF-നുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചില നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിലും. അപ്പോൾ UDF-ൽ ഇനി എന്താണ് തീരുമാനിക്കുക എന്ന് അറിയില്ല. പക്ഷെ അതിനു മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് കടുത്ത വിയോജിപ്പ് ഇത്തരമൊരു പ്രകടനത്തിലൂടെ വ്യക്തമാക്കി. VD സതീശനെ നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് PS പ്രശാന്തും മറ്റൊരു ബോർഡ് അംഗം കൂടി അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ